യാത്രകളെ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിസ്തുവിന്റെ പീഡനാനുഭവ സ്മരണകളെ നെഞ്ചിലേറ്റി ഓരോ വിശ്വാസിയും മല കയറുന്ന സമയമാണിപ്പോൾ. പൊന്നിൻ കുരിശ് മുത്തപ്പോ പൊന്മലക്കയറ്റം എന്ന ശരണം വിളികളാൽ മലയാറ്റൂർ തീർത്ഥാടന കേന്ദ്രം ജനസാഗരമാവുന്ന നാളുകളാണ് ഇനി കടന്നുവരാൻ പോകുന്നത്. മലയും പുഴയും കരയും ഒത്തുചേരുന്ന മലയാറ്റൂരിലെ കുരിശുമല തീർത്ഥാടന കേന്ദ്രത്തിലേക്കാണ് ഇന്നത്തെ യാത്ര എന്ന് പറയാം. എല്ലാവരും സഞ്ചരിക്കുന്ന സ്ഥിരം വഴിയിൽ നിന്ന് മാറി അതിരപ്പിള്ളി റൂട്ടിലൂടെ കാലടി പ്ലാന്റേഷൻ വഴി മലയാറ്റൂരിലേക്ക് പോകുന്ന രീതിയിലാണ് ഇന്നത്തെ യാത്ര പ്ലാൻ ചെയ്തിരിക്കുന്നത്. കാടിനെ അറിഞ്ഞും കാട്ടുമൃഗങ്ങളെ കണ്ടും കുരിശുമല കയറുക എന്നത് തന്നെയാണ് ഇന്നത്തെ ലക്ഷ്യം. അതിരപ്പള്ളി വഴിയിലൂടെ സഞ്ചരിച്ച് വെറ്റിലപ്പാറ പാലത്തിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞാണ് മലയാറ്റൂരിലേക്ക് പോകേണ്ടത്. കാലടി പ്ലാന്റേഷൻ അഥവാ കല്ലാല എസ്റ്റേറ്റ് നിയന്ത്രണത്തിലുള്ള വഴിയായതിനാൽ ബൈക്കിന് 10ഉം കാറിന് 25 രൂപയും എൻട്രി ഫീയായി നൽകേണ്ടതുണ്ട്. 12 കിലോമീറ്റർ ദൂരമുള്ള ഇതുവഴിയെ സഞ്ചരിക്കണമെങ്കിൽ വണ്ടി നമ്പറും മറ്റു ഡീറ്റെയിൽസും നൽകിയതിനു ശേഷം മാത്രമാണ് ചെക്ക് പോസ്റ്റ് ഓപ്പൺ ചെയ്യുന്നത്. ഇതുവഴിയെ സഞ്ചരിക്കുമ്പോൾ എണ്ണപ്പനകളാണ് ആദ്യം വിരുന്നൊരുക്കുന്നതെങ്കിലും പിന്നീടുള്ള കാഴ്ചയെ മുഴുവൻ കൈയടക്കുന്നത് റബ്ബർ എസ്റ്റേറ്റുകളാണ്. റോഡിലുടനീളം തീറ്റ തേടി നടക്കുന്ന ധാരാളം പശുക്കളെ മുന്നോട്ടുള്ള വഴിയിലുടനീളം കാണാവുന്നതാണ്. ആദ്യമായിട്ട് ഈ വഴിയെ കടന്നുവരുന്നവരെ സംബന്ധിച്ച് ഇത്തരം കാഴ്ചകൾ പുത്തൻ യാത്രാനുഭവമായിരിക്കും സമ്മാനിക്കുന്നത്. റബ്ബർ എസ്റ്റേറ്റും കാടും ഒത്തുചേരുന്നതിനാൽ പോകുന്ന വഴികളിലെല്ലാം വന്യമൃഗങ്ങളെ കാണാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെ കുറച്ചു ദൂരം മുന്നോട്ട് സഞ്ചരിച്ചപ്പോൾ ദൂരെ ഒരു മാനിനെ കാണാൻ സാധിച്ചു. കയ്യിലുള്ള ഗോപ്രോയിൽ അകലെയുള്ള ചിത്രങ്ങൾ പകർത്തുക എന്നത് അസാധ്യമായതിനാൽ നല്ലൊരു വിഷ്വൽ തന്നെയാണ് നഷ്ടമായതെന്ന് പറയാം. കുറച്ചു ദൂരം കൂടി മുന്നോട്ടു പോയപ്പോൾ വിരുന്നൊരുക്കിയത് മലയണ്ണാനായിരുന്നു. യാതൊരുവിധ ഭയപ്പാടുമില്ലാതെ ഭക്ഷണം കഴിക്കുന്ന മലയണ്ണാൻ മുന്നോട്ടുള്ള യാത്രയുടെ കൗതുകം കൂട്ടി എന്ന് പറയാം. അതിരാവിലെ ഇതുവഴിയെ കടന്നു വന്നതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള മനോഹരമായ കാഴ്ചകൾ കാണാനുള്ള ഭാഗ്യം ലഭിക്കാനിടയായത്. കാലടി പ്ലാന്റേഷന്റെ ഏറ്റവും മനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കുന്നത് മഴക്കാലമാവുമ്പോഴാണ്. പച്ചപ്പിൽ നിറഞ്ഞു നിൽക്കുന്ന റബ്ബർ തോട്ടങ്ങളും ചെറിയ അരുവികളും കിളികളുടെ കളകളനാദത്താൽ നിറഞ്ഞു നിൽക്കുന്ന കാടുമായി സുന്ദരമായ കാഴ്ചകൾ തന്നെയാണ് മഴക്കാലം ഒളിപ്പിച്ചു വെക്കുന്നത്. മാനും മയിലും മലയണ്ണാനും പേരറിയാത്ത കുറേയധികം പക്ഷികളെയും കണ്ട് ഇന്നത്തെ യാത്ര മലയാറ്റൂരിലേക്ക് എത്തുകയാണ്. ചുട്ടുപൊള്ളുന്ന ചൂടിൽ നിന്ന് കുളിർമയേകുന്ന അന്തരീക്ഷവും സുന്ദരമായ ഒരുപിടി കാഴ്ചകളും ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മലയാറ്റൂരിലേക്കുള്ള യാത്രയിൽ കാലടി പ്ലാന്റേഷനും കൂടി ഉൾപ്പെടുത്താവുന്നതാണ്.
കാടിനെയും കാടിന്റെ സൗന്ദര്യവും ആസ്വദിച്ചിട്ടുള്ള യാത്ര അവസാനം ലക്ഷ്യസ്ഥാനമായ മലയാറ്റൂരിലേക്ക് എത്തിയിരിക്കുകയാണ്. അടിവാരത്ത് നിന്ന് ആരംഭിക്കുന്ന മലകയറ്റം 14 സ്ഥാനങ്ങൾ പിന്നിട്ട് മുത്തപ്പനെ കണ്ടു വണങ്ങുമ്പോൾ യേശു ക്രിസ്തുവിന്റെ പീഡനാനുഭവങ്ങളിലൂടെയുള്ള ഓർമ്മ പുതുക്കലിന് കൂടിയാണ് സാക്ഷ്യം വഹിക്കുന്നത്. ജപമാലകൾ ഉരുവിട്ട് പ്രായഭേദമില്ലാതെ ആയിരക്കണക്കിന് വിശ്വാസികളാണ് ഓരോ തീർത്ഥാടന കാലത്തും ഇതുവഴിയെ നടന്നു കയറുന്നത്. യേശു ക്രിസ്തുവിന്റെ 12 ശിഷ്യന്മാരിൽ ഒരാളായിരുന്ന വിശുദ്ധ തോമസ് ലീഹയാൽ സ്ഥാപിതമായെന്നു കരുതുന്ന മലയാറ്റൂർ പള്ളി ഇന്ന് ഒരു രാജ്യാന്തര തീർത്ഥാടന കേന്ദ്രം കൂടിയാണ്. യേശുവിന്റെ മരണശേഷം ശ്ലീഹന്മാർ ഒത്തുചേർന്ന് യേശു വചനങ്ങൾ ലോകമെങ്ങും പ്രചരിപ്പിക്കുവാൻ തീരുമാനിച്ചപ്പോൾ തോമസ് ശ്ലീഹയ്ക്ക് കിട്ടിയത് ഭാരതം എന്ന പ്രദേശമായിരുന്നു. കേരളത്തിൽ കപ്പലിറങ്ങിയ തോമസ് ശ്ലീഹ നാട്ടിലുടനീളം 7 പള്ളികൾ നിർമ്മിച്ചു എന്നാണ് കരുതുന്നത്. കേരളത്തിലെ മലപ്രദേശങ്ങളിലൂടെയുള്ള യാത്രയിൽ മലയാറ്റൂർ മല കാണുകയും ദിവസങ്ങളോളം ഇവിടെ പ്രാർത്ഥനയിൽ മുഴുകുകയും ചെയ്തു. വന്യമൃഗങ്ങളുടെ ശല്യം രൂക്ഷമായ ഈ മലയിൽ പ്രാർത്ഥിക്കുന്ന സമയങ്ങളിൽ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പരിശുദ്ധ കന്യാമറിയം പ്രത്യക്ഷപ്പെടുകയും തോമസ് ശ്ലീഹയുടെ പ്രാർത്ഥനയ്ക്ക് കരുത്തു പകരുകയും ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. പിന്നീടുള്ള സമയത്ത് നായാട്ടിനു പോയ മലവേടന്മാർ രാത്രിയിൽ വിശ്രമത്തിനായി വിശുദ്ധ തോമസ് ശ്ലീഹ പ്രാർത്ഥിച്ചിരുന്ന വിരിപ്പാറയിൽ കയറുകയും അവിടെ കണ്ട കുരിശിലും കാൽപാദങ്ങളിലും തങ്ങളുടെ ആയുധം വെച്ച് സ്പർശിച്ചപ്പോൾ രക്തം വരുന്നതാണ് കാണാൻ സാധിച്ചത്. ഈ അത്ഭുതം നേരിൽ കണ്ട മലവേടന്മാർ താഴ്വാരത്തുള്ള താമസക്കാരെ വിവരമറിയിക്കുകയും തദ്ദേശവാസികൾ ഉടൻ മലയിലെത്തി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. മലയിലുണ്ടായിരുന്ന പൊൻകുരിശു വണങ്ങി പ്രാർത്ഥന തുടങ്ങിയതോടെ മലയാറ്റൂർ പൊന്മലക്കയറ്റത്തിന് തുടക്കം കുറിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ക്രിസ്തുവിന്റെ പീഡനാനുഭവ യാത്രയിലെ നിർണായകമായ 14 സന്ദർഭങ്ങൾ ചിത്രീകരിക്കുന്ന 14 സ്ഥലങ്ങൾ കടന്നുവേണം മലമുകളിലെത്തുവാൻ. മലമുകളിൽ മുത്തപ്പനെ കണ്ടു വണങ്ങി പ്രാർത്ഥനയർപ്പിക്കുന്നതിന് മാർത്തോമ മണ്ഡപവും ഇവിടെ കാണാവുന്നതാണ്. മണ്ഡപത്തിൽ നിന്നും ഇറങ്ങിച്ചെല്ലുന്നത് ബലിയർപ്പണ വേദിയിലേക്കാണ്. പിന്നീട് ആന കുത്തിയ പള്ളിയും പള്ളിയുടെ ആൾത്താരയും പൊൻകുരിശും പാറയിൽ പതിഞ്ഞ വിശുദ്ധന്റെ കാൽപാദങ്ങളും കണ്ടു വണങ്ങിയാണ് ഓരോ വിശ്വാസിയും മലയിറങ്ങുന്നത്. മലയിറങ്ങിയതിനു ശേഷം ലഭിക്കുന്ന നേർച്ചക്കഞ്ഞിയും കുടിച്ച് തിരിച്ചു നടക്കുമ്പോൾ ഒരു നോമ്പുകാലത്തെ പ്രാർത്ഥനയും അർപ്പണവും കൂടിയാണ് ഇവിടെ പൂർണ്ണമാവുന്നത്.
മലയാറ്റൂരിലെ കുരിശുമലയുടെ കാഴ്ചകളും വിശേഷങ്ങളും അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് യാത്രകൾ ഇഷ്ടപ്പെടുന്ന മറ്റു കൂട്ടുകാർക്കും കൂടി ഷെയർ ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള എല്ലാവിധ അഭിപ്രായങ്ങളും കമന്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. വേറിട്ട സ്ഥലങ്ങളിലെ വ്യത്യസ്തമായ കാഴ്ചകളുമായി വീണ്ടും കാണാം.